സ്വന്തം ഹെൽത്തിന് ഡാമേജ് വരുന്ന രീതിയിലുള്ള സെൽഫ് ഹാം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പരിപാടിനെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ല. പക്ഷെ ആവശ്യമില്ലാത്ത ഒരു അഗ്രഷൻ അതായിരുന്നു ഗബ്രിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് ആ ഒരു ടാസ്കിന്റെ സമയത്ത് ഉണ്ടായത്. അതാണ് ഇപ്പൊ റോക്കിനെ മെഡിക്കൽ റൂമിലേക്ക് എത്തിച്ചത്. ആ ഒരു അഗ്രഷൻ ഇല്ലായിരുന്നുവെങ്കിൽ, പ്രൊവോക്കിംഗ് ഇല്ലായിരുന്നുവെങ്കിൽ റോക്കിക്ക് അങ്ങനെ ഒരു പ്രവൃത്തി അവിടെ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. ഒരു സ്പോഞ്ച് ബോൾ കൊണ്ട് എറിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഓവർ റിയാക്ഷൻ ആണെങ്കിൽ ശരിക്കും സ്ട്രെങ്ത് യൂസ് ചെയ്തിരുന്നുവെങ്കിൽ എന്തായനെ എന്ന് കാണിക്കാൻ വേണ്ടി റോക്കി ഇടിച്ചു പൊട്ടിച്ചതാണത്. അങ്ങനെ ഒരു ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു. നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഗബ്രിക്കിട്ട് 2-3 ദിവസമായിട്ട് ഓങ്ങി വെച്ചിരുന്ന ആ ഒരു ഇടി, ബിഗ് ബോസ് ആയതുകൊണ്ട് മാത്രം കൊടുക്കാതിരുന്ന ആ ഒരു ഇടി, അത്രയ്ക്ക് ടെമ്പറിലായിരുന്നു റോക്കി എന്ന. അത് ആ ഒരു WPC പാനലിൽ തീർത്തത് കൊണ്ട് റോക്കിയുടെ കയ്യിൽ ഇപ്പോൾ സ്വെല്ലിംഗ് ആയിരിക്കുകയാണ്. ഐസൊക്കെ അപ്പൊ തന്നെ എല്ലാവരും വെച്ചു കൊടുത്തു. എന്നിട്ട് മെഡിക്കൽ റൂമിലേക്ക് പോയി. ഇപ്പൊ തിരിച്ചും വന്നു, വെച്ച് വെട്ടി കൊടുത്തതാണ്. ഈസ് ഓൾ റൈറ്റ് നൗ. ഗബ്രിക്കും അടിവയറ്റില് വേദന എടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സീരിയസ് ആണ്, ഡോക്ടറിനെ കാണണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആവശ്യമില്ലാത്ത അഗ്രഷൻ കൊണ്ട് ഹെൽത്തിന് ദോഷം ഉണ്ടാവും എന്നല്ലാതെ ഒരു കാര്യവുമില്ല എന്നൊരു മെസ്സേജ് ഈ സീസണിലൂടെ പ്രേക്ഷകർക്ക് എന്തായാലും കിട്ടും. റോക്കി ഇന്ന് ചെയ്ത സെൽഫ് ഹാം, ഗബ്രി അത്രയും ബഹളം വെച്ച് ഗബ്രിക്ക് അടിവയറ്റില് വേദന എടുത്തത്. ഇതെല്ലാം സെൽഫ് ഹാമിന്റെ ഭാഗമായിട്ടുണ്ടായ കാര്യങ്ങളാണ്. വെറുതെ ആവശ്യമില്ലാത്ത അഗ്രഷന്റെ ഭാഗമായിട്ടുണ്ടായ കാര്യങ്ങളാണ്. പിന്നെ റോക്കി ചെയ്ത ഒരു കാര്യം, അത് എമ്മാതിരി ഡേഞ്ചറസ് ഒരു പരിപാടിയായിരുന്നു എന്ന് ലൈവില് കണ്ടപ്പോഴാണ് മനസ്സിലായത്. കയ്യിൽ സ്വെല്ലിംഗ് ഉണ്ട് എന്ന് അറിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. എന്തായാലും റോക്കി മെഡിക്കൽ റൂമിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. കാര്യമായ പ്രശ്നങ്ങളില്ല എന്നാണ് തോന്നുന്നത്.